നമ്മൾ നേരത്തെ മനസ്സിലാക്കി വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള വിത്ത് ദിസ് ഓർഡേഡ് ബേസിസ് വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെയും ഒരു M/n മെട്രിക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. മാത്രമല്ല കഴിഞ്ഞ വീഡിയോ നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കി, അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ട്രാൻസ്ഫോർമേഷൻ ആഡ് ചെയ്യാൻ മെട്രിക്സിൻ്റെ ഇടയിലുള്ള യൂഷ്വൽ അഡീഷൻ മതി. ഒരു ട്രാൻസ്ഫോർമേഷനെ സ്കാലറോട് മൾട്ടിപ്ലൈ ചെയ്യാൻ മെട്രിക്സിൻ്റെ ഇടയിലെ യൂഷ്വൽ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ മതി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അവിടെ ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. അതായത് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെയും ഒരു M/n മെട്രിക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി തിരിച്ചൊരു ചോദ്യം, ഏതൊരു M/n മെട്രിക്സ് എടുത്താലും അത് ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കുമോ? അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെയും റെപ്രസെൻറ്റേഷൻ അല്ലാത്ത ഒരു M/n മെട്രിക്സ് ബാക്കി നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം. അതാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുമ്മാ ഒരു ആർബിട്രറി M/n മെട്രിക്സ് എടുത്തു, എന്നിട്ട് ഇത് ഈ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഏതെങ്കിലും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നാ ചോദ്യം. പോസ് ചെയ്ത് ആലോചിച്ചോളൂ. ഉത്തരം യെസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്നാണ്. ഞാൻ ഏത് ട്രാൻസ്ഫോർമേഷനാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രം ഇവിടെ ഉത്തരവിധിയും തരും. നിങ്ങൾ പോസ് ചെയ്ത് ആലോചിക്കുക. ഈ ആൻസർ വായിക്കുമ്പം ഒരു കാര്യം ഓർക്കണം, വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് മാത്രം പറഞ്ഞാൽ മതി. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. അപ്പം ഇവിടുന്ന് വിന്ന് ഡബ്ല്യൂയിലേക്കൊരു ട്രാൻസ്ഫോർമേഷൻ ടി ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഓഫ് V1 ആദ്യം പറയണം. ടി ഓഫ് V1 എങ്ങനെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഫസ്റ്റ് കോൾ എടുക്കുക, ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതായത് A11 ഇൻറ്റു W1 പ്ലസ് എക്സെട്ര പ്ലസ് AM1 ഇൻറ്റു WM. ഇതാണ് എൻ്റെ ടി ഓഫ് V1. ഇത് W-ഉള്ളൊരു വെക്ടറാണല്ലോ. നൈസ്. ഇനി എക്സെട്ര അങ്ങനെ. ഇനി രണ്ടാമത്തെ ടി ഓഫ് V2 അങ്ങനെയൊക്കെ കിട്ടുക. ഇവിടുത്തെ രണ്ടാമത്തെ കോൾ എടുക്കുക, ഇത് തമ്മിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരേക്കും ടി ഓഫ് V2 എക്സെട്ര. ലാസ്റ്റ് ടി ഓഫ് Vn എങ്ങനെ വന്നത്, ഈ കോളും ഇത് മൾട്ടിപ്ലൈ അതായത് A1n ഇൻറ്റു W1 പ്ലസ് എക്സെട്ര പ്ലസ് AMn ഇൻറ്റു WM. അപ്പം ഇതൊക്കെ ഡബ്ല്യൂയിലെ വെക്ടേഴ്സാണ്. അപ്പം ടി ഓഫ് V1 എക്സെട്ര ടി ഓഫ് Vn നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ടി ഈസ് ഡിഫൈൻഡ് അല്ലേ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൈസ്. ഇനി ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സ് എങ്ങനെ കിട്ടുക? എങ്ങനെ കിട്ടുക? ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് വെച്ചിട്ടല്ലേ അതിൻ്റെ മെട്രിക്സ് ഉണ്ടാക്കുക. ഇവിടെ ഇപ്പോൾ ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് തന്നെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ മെട്രിക്സ് ഉണ്ടാക്കുക. ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ടി ഓഫ് V1ൻ്റെ കോർഡിനേറ്റ് വെക്ടർ എന്താ പറയുക, A11 എക്സെട്ര AM1. അതല്ല അതിൻ്റെ കോഎഫിഷ്യൻസ് അല്ലേ. ഇതാണ് ടി ഓഫ് V1ൻ്റെ കോർഡിനേറ്റ് വെക്ടറാണ് ഇവിടുത്തെ ഫസ്റ്റ് കോളം. എക്സെട്ര ലാസ്റ്റ് ടി ഓഫ് V1ൻ്റെ കോർഡിനേറ്റ് വെക്ടർ എന്താ പറയുക, A1n എക്സെട്ര AMn. അതല്ലേ ഇത് ലാസ്റ്റ് കോളം. സോ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് ആണിത്. സോ ദിസ് മെട്രിക്സ് റെപ്രസെൻറ്റ് ദിസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ചുമ്മാ ഒരു M/n മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതും പിന്നെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള വിത്ത് ദിസ് ഓർഡേഡ് ബേസിസ് വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു M/n മെട്രിക്സ് ഉണ്ട്. മാത്രമല്ല തിരിച്ചു ഏതൊരു M/n മെട്രിക്സ് എടുത്താലും അത് ഈ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് ഇവിടെ നിങ്ങോട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനും M/n മെട്രിക്സിൻ്റെ കളക്ഷനും തമ്മിൽ ഒരു 1:1 കറസ്പോണ്ടൻസ് ഉണ്ട്. അതായത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം V to W അല്ലേ. LVW എന്ന് പറഞ്ഞാൽ എന്താ, വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനാണ്. W എന്നൊക്കെ പറയുമ്പം ഈ ഓർഡേഡ് ബേസിസും കൂടെ ചിന്തിക്കണം കേട്ടോ. V വിത്ത് ദിസ് ഓർഡേഡ് ബേസിസ്, W വിത്ത് ദിസ് ഓർഡേഡ് ബേസിസ്. അതൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയില്ല, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. സോ ഈ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനാണ് നമ്മളെന്ത് പറയുക, LVW എന്ന് പറയുക. അതും സെറ്റ് ഓഫ് ഓൾ M/n മെട്രിസസ് ഓവർ ദ ഫീൽഡ് F. ഇതും തമ്മിൽ ഒരു 1:1 കറസ്പോണ്ടൻസ് ഉണ്ടെന്നല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ലേ. വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഏതൊരു ട്രാൻസ്ഫോർമേഷൻ എടുത്താലും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു M/n മെട്രിക്സ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഇനി ഇപ്പം നമ്മൾ മനസ്സിലാക്കിയതോ, ഇവിടെ നിന്നൊരു M/n മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ദർ ഇസ് എ 1:1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് ഓഫ് ദീസ് സെറ്റ്സ് അല്ലേ. LVW ആക്ച്വലി LVW ഒരു വെക്ടർ സ്പേസാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. ഇതും നമ്മളെവിടെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. സെറ്റ് ഓഫ് ഓൾ M/n മെട്രിസസ് ഓവർ F ഈസ് എ വെക്ടർ സ്പേസ് വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് യൂഷ്വൽ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് വെക്ടർ സ്പേസുകൾ തമ്മിൽ ഒരു ബൈജക്ഷൻ ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഞാനൊരു ചോദിക്കട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് വെക്ടർ സ്പേസുകളുണ്ട്. ഞാൻ മാച്ചിട്ട് ചോദ്യം ചോദിക്കാം, ഈ രണ്ട് വെക്ടർ സ്പേസുകൾ ഐസോമോർഫിക്കാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ. ഇവിടുന്ന് ഒരു ബൈജക്ഷൻ ഇപ്പോൾ ഉണ്ടെന്ന് കിട്ടി. ഇവിടുത്തെ ഏതൊരു ട്രാൻസ്ഫോർമേഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു മെട്രിക്സ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഏതൊരു മെട്രിക്സും ഇവിടുത്തെ ഏതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ റെപ്രസെൻറ്റേഷനുമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. സോ ദർ ഇസ് എ ബൈജക്ഷൻ
ഇനി നമുക്ക് ഐസോമോർഫിക് ആണെന്ന് പറയാൻ എന്താ വേണ്ടത്? ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? കാരണം ഈ റെപ്രസെൻറ്റേഷൻ പക്ക ഇതിൻ്റെ കോപ്പിയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. കാരണം ഇവിടുത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടുത്തെ ഒരു മെട്രിക്സോട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം രണ്ട് ട്രാൻസ്ഫോർമേഷനെ ഇവിടുന്ന് ആഡ് ചെയ്യാൻ ഇവിടുത്തെ യൂഷ്വൽ അഡീഷൻ തന്നെ മതി. ഒരു ട്രാൻസ്ഫോർമേഷൻ സ്കാലറോട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടുത്തെ യൂഷ്വൽ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ മതി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയാണ്. സോ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. Prove that LVW and set of all m by n matrices over F is isomorphic. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി ആൻസർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ കാണിക്കേണ്ടത്? LVW ഈസ് ഐസോമോർഫിക് ടു സെറ്റ് ഓഫ് ഓൾ m by n matrices over F. അപ്പോൾ അത് നമ്മൾ എന്ത് കൊണ്ടുവരണം? LVW എന്ന് ഈ വെക്ടർ സ്പേസിലേക്കുള്ള ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. അപ്പോൾ ഞാനതിവിടെ അവതരിപ്പിക്കുകയാണ്. എം എന്ന് ഞാൻ അതിനെ വിളിക്കുന്നു. ഇത് ഏതാണ് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ LVW ആരുണ്ടാവുക? ട്രാൻസ്ഫോർമേഷൻസ് അല്ലേ. സോ ഇവിടുത്തെ ഓരോ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ. അപ്പം ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ മാപ്പില്ലേ, അതിനാണ് ഞാൻ ഇവിടെ എം എന്ന് വിളിച്ചത്. എം ഓഫ് ടി. അതായത് ഇവിടുത്തെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈ എമ്മിന് ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എം ഓഫ് ടി എന്താണ്? ദ മെട്രിക്സ് റെപ്രസെൻറ്റിംഗ് ദിസ് ടി. അതിവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, നൈസ്. ഈ മാപ്പ് ഒരു 1-1 കറസ്പോണ്ടൻസ് ഒരു ബൈജക്ഷനാണ്. തൊട്ടുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? ഇവിടുത്തെ ഓരോ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഏതൊരു മെട്രിക്സ് എടുത്താലും അത് ഇവിടുത്തെ ഏതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. സോ ദിസ് എം ഈസ് എ ബൈജക്ഷൻ. തൊട്ടുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്താണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് കാണിക്കണം? ദിസ് എം ഈസ് ലീനിയർ എന്നും കൂടി കാണിക്കണം. എന്നാലല്ലേ ഇത് ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുള്ളൂ. അപ്പോൾ ഇതെന്തായിക്കോളും? ഒരു ഐസോമോർഫിസ് ആയിക്കോളും ഈ സ്പേസുകൾക്കിടയിൽ. ഹെൻസ് ഇതിൻ്റെ ഐസോമോർഫിക്കും ആയിരിക്കും. ഓക്കെ, സോ ഇത് ലീനിയർ ആണെന്നും കൂടി പറഞ്ഞോളൂ. ഇത് ലീനിയർ ആണെന്ന് പറയാൻ വളരെ ഈസിയാണ്. നമ്മളങ്ങ് എഴുതാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്ത കാര്യമല്ലേ? എം ഓഫ് T1 + T2 ഇസ് ഈക്വൽ ടു എം ഓഫ് T1 + എം ഓഫ് T2. എം ഓഫ് ലാംഡ ടി ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എം ഓഫ് ടി. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്താണ്. ഇതെന്താ കാണിക്കുന്നത്? എം ഈസ് ലീനിയർ എന്നുള്ളതല്ലേ അല്ലേ? ടി ഓഫ് യു പ്ലസ് വി സിക്വൽ ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി എന്ന് പറഞ്ഞ മാതിരിയല്ലേ? ഇവിടുത്തെ ഇൻപുട്ട് T1 ഉം T2 ആണ്. സോ എം ഓഫ് T1 + T2 സിക്വൽ എം ഓഫ് T1 + എം ഓഫ് T2. അതുപോലെ തന്നെ ടി ഓഫ് ലാംഡ യു സിക്വൽ ലാംഡ ഇൻറ്റു ടി ഓഫ് യു എന്ന് പറയുമ്പോൾ അല്ലേ ഇത് എം ഓഫ് ലാംഡ ടി സിക്വൽ ലാംഡ ഇൻറ്റു എം ഓഫ് ടി. സോ എം ഈസ് ലീനിയർ. അപ്പോൾ എം എന്താണ്? ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം ഈ സ്പേസിലേക്ക് നമുക്കൊരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടി. സോ LVW ഈസ് ഐസോമോർഫിക് ടു സെറ്റ് ഓഫ് ഓൾ m by n മെട്രിസസ് ഓവർ F. ക്ലിയർ ആണല്ലോ? ഇതൊരു അടിപൊളി റിസൾട്ടല്ലേ? അതായത് നമ്മൾ നേരത്തെ ഈ വിനെ FN കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡബ്ല്യുവിനെ അപ്പോൾ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? FM കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി വി നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷൻ നമുക്ക് എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ m by n മെട്രിക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ കേട്ടോ. ഇരുന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോവാം. ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് ഡയമെൻഷൻ ഓഫ് LVW? ഈ സ്പേസിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? ഇതൊരു സിമ്പിൾ ചോദ്യമല്ലേ? കാരണം നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ് രണ്ട് ഐസോമോർഫിക് വെക്ടർ സ്പേസുകളുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഇതും ഐസോമോർഫിക് ആണ്. സോ ഇതിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഡയമെൻഷൻ വരെ. ഇതിൻ്റെ ഡയമെൻഷൻ എന്താ? വളരെ ഈസി അല്ലേ? m × n ആണ് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഡയമെൻഷൻ. സോ ഡയമെൻഷൻ ഓഫ് LVW ഈക്വൽ ടു mn. കാരണം അത് ഇതിൻ്റെ ഡയമെൻഷനാണ് അല്ലേ? ഇനി LVWൻ്റെ ബേസിസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ബേസിസ് എടുക്കുക, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എടുക്കുക. അറിയില്ല, അതായത് 1 ബാക്കി മൊത്തം 0 0 അങ്ങനെ മൊത്തം 0 വരുന്നത്. പിന്നെ അടുത്തത് 0 1 0 അങ്ങനെ പോകുന്നത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസില്ലേ? ആ സ്റ്റാൻഡേർഡ് ബേസിസിനെ പുൾ ബാക്ക് ചെയ്യുക. അതായത് അതിൻ്റെ പ്രീ ഇമേജസ് കാണും ഇവിടെ അല്ലേ? ഇതെന്തായിരിക്കും? ഇവിടുത്തെ ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എടുക്കുക. അപ്പോൾ വരുന്ന മെട്രിക്സസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ് ഇവിടെ ഉണ്ടാവും. ആ ട്രാൻസ്ഫോർമേഷൻസ് LVWൻ്റെ ബേസിസ് ഫോം ചെയ്ത് കാണാൻ പറ്റും. സോ അതൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്തു വെക്കുക ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. സോ ഡയമെൻഷൻ ഓഫ് LVW ഈസ് ഈക്വൽ ടു m × n. ഓക്കെ, mn ഷോർട്ടായിട്ട് mn. ഓക്കെ, ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത വീഡിയോ കാണാം.